നമസ്കാരം. പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ അധ്യായത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ മുഖം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ രൂപമാണ് എങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവരേണ്ടതാണ്. നിങ്ങൾക്ക് അത്രമേൽ അയാളെപ്പറ്റി അല്ലെങ്കിൽ ആ ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് അറിയുവാൻ സാധിക്കുമോ? ആ കാര്യങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. അയാളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് എന്താണ് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന സന്ദേശം എന്ന് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ വന്ദിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ നിന്നും നിങ്ങൾ സ്വീകരിക്കേണ്ടത്. മറ്റ് കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ആ വ്യക്തിയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ആദ്യമേ മനസ്സിലാക്കാം. നിങ്ങൾക്ക് അറിയേണ്ടതായ ആ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതായ ഫലങ്ങളിൽ ഒന്ന്, നിങ്ങളുമായി മുൻപ് ബന്ധമുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വിചാരിച്ച ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ആ വ്യക്തി ആകുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് എന്ന് പറയാം. അത്തരം സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നും ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ അറിയാം. ഈ വ്യക്തി നിങ്ങളുടെ മുൻജന്മ ബന്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായ ഒരു വ്യക്തിയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വളരെയധികം എന്ന് പറയാം ജീവനതുല്യം സ്നേഹിക്കുന്ന വ്യക്തിയായും അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യമുണ്ട് എന്ന് തന്നെ പരാമർശിക്കാം. നിങ്ങൾക്ക് മറ്റു വ്യക്തികളേക്കാൾ ഒരല്പം കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തിയായിരുന്നിരിക്കാം. എന്നാൽ നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചിരിക്കുന്നതായ സാഹചര്യങ്ങളും അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ പുറത്ത് പറയുവാൻ നിങ്ങൾ ശ്രമിച്ചിട്ടില്ലാത്തതായ വിഷമങ്ങൾ പോലും ഇവരുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിൽ ഉണ്ടായിരിക്കുന്നതായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആ കർമ്മ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അവസാനിപ്പിക്കുവാൻ വന്നിട്ടുള്ള വ്യക്തിയാകുവാനും സാധ്യത കൂടുതൽ തന്നെയാണ് എന്ന് പറയാം. നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കുന്നതായ സാഹചര്യം വളരെ കൂടുതലാണ് എന്ന് കാണുന്നു. എങ്കിലും നിങ്ങളുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ തന്നെയായിരിക്കാം ഇവർ. നിങ്ങൾക്ക് മറ്റ് വ്യക്തികളിൽ ഒന്നും ഇല്ലാത്തതായ ഒരു സ്നേഹം, ഒരിഷ്ടം, അത്തരമൊരു സ്നേഹം ഇവരോട് ഉണ്ടായിരുന്നു എന്ന് കാണുവാനായി സാധിക്കുന്നു. ഈ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫാമിലി മെമ്പർ പോലും ആകാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ഈ വ്യക്തി അല്ലെങ്കിൽ ഫാമിലിയുമായി വളരെയധികം ബന്ധമുള്ള, വളരെ ഇഷ്ടമുള്ള അല്ലെങ്കിൽ വളരെയധികം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വ്യക്തിയുമായിരിക്കുവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട് വേറെ നിങ്ങൾക്ക് വളരെയധികം ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയായി തോന്നിയിരിക്കുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് എന്ന് കാണുന്നു. ഈ വ്യക്തി ജീവിതത്തിൽ ഫാമിലി ലൈഫിന് അല്പം പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അത്തരമൊരു എനർജി തന്നെയാണ് പുരുഷനാണ് എങ്കിലും സ്ത്രീയാണ് എങ്കിലും കാണുവാനായി സാധിക്കുന്നത്. ഫാമിലിക്ക് അല്പം കൂടുതലായി പ്രാധാന്യം നൽകി പോരുന്ന വ്യക്തികൾ തന്നെയാണ്. ഒരുപാട് നഷ്ടബോധം ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. നിങ്ങൾക്ക് പലപ്പോഴും സാമ്പത്തികമായ നഷ്ടം ഇവരുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ
ഇവരുമായി ബന്ധപ്പെട്ട് അത്തരമൊരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതാണ് എന്ന് കാണുന്നു. ചില സഹായങ്ങളായി പോലും നിങ്ങൾക്ക് ഇവർക്ക് ചില ധനപരമായ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടതായ സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിഷമതകൾക്കും സാധ്യത കാണുന്നു. ഈ വ്യക്തിയെ കുറിച്ച് പരാമർശിക്കുമ്പോൾ ഈ വ്യക്തിക്ക് ധനപരമായ നഷ്ടം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ അനുഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അത്തരം സാഹചര്യം ഇവരുടെ ജീവിതത്തിൽ കടന്നു പോയിരിക്കാം എന്നതാണ് വാസ്തവം. എന്നാൽ അത്തരം പ്രയാസങ്ങളിൽ നിന്നും, ധനപരമായ പ്രയാസങ്ങളിൽ നിന്നും ഈ വ്യക്തി മുന്നോട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കും എന്നും കാണുന്നു. എന്നാൽ ഇവരിൽ തന്നെ ചില വ്യക്തികൾക്ക് കൂടുതലും ഇത്തരത്തിൽ ധനപരമായ ആ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നതായി കാണുവാനായി സാധിക്കുന്നു. ധനപരമായ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് എത്തുവാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നും കാണുവാനായി സാധിക്കുന്നു. എപ്പോഴും അല്ലെങ്കിൽ ഇപ്പോഴും നിരാശയും നഷ്ടബോധവും ഇവരിൽ നിലകൊള്ളുന്നു എന്ന് കാണുവാനായി സാധിക്കുന്നു. എന്നാൽ പല അവസരങ്ങളിലും അവരുടെ നിരാശ അവർ പുറമെ പ്രകടിപ്പിച്ചു എന്ന് വരാം. നിരാശകൾ പുറമെ പ്രകടിപ്പിക്കുന്ന വ്യക്തികൾ കൂടിയായിരിക്കാം ഇവർ. ഇത്തരം കാര്യങ്ങളിൽ മുഖം മൂടി ഇടാത്ത വ്യക്തികളാണ് എന്ന് തന്നെ ഇവരെ കുറിച്ച് പരാമർശിക്കാം. എന്നാൽ അല്പസമയങ്ങൾക്ക് ശേഷമോ അല്ലെങ്കിൽ പിന്നീടോ ഈ പ്രശ്നങ്ങൾ അവർ തരണം ചെയ്തു എന്നോ, പ്രശ്നമില്ല എന്ന രീതിയിൽ വരുത്തി തീർക്കുവാൻ മിടുക്കുള്ള ഒരു വ്യക്തികൾ തന്നെയാണ് എന്ന് പറയാം. ഇവരുടെ ജീവിതത്തിൽ നഷ്ടങ്ങളുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. എന്നാൽ എന്തൊക്കെയോ കാര്യങ്ങൾക്കായി ഇവർ കാത്തിരിക്കുന്നതായ ഒരു സാഹചര്യമുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. അതൊരു പ്രൊജക്റ്റോ ജോലിയോ അല്ലെങ്കിൽ ലാഭം ലഭിക്കാവുന്ന മറ്റ് കാര്യങ്ങളോ, ധനപരമായിട്ടുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഇവരുടെ പ്രകടനങ്ങൾ മോശമാണ് എന്ന് പറയാം. പല വിധത്തിലും ധനപരമായ നഷ്ടങ്ങൾ വന്ന് ചേർന്നിരിക്കുന്ന വ്യക്തികൾ തന്നെയായിരിക്കാം ഇവർ. സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉള്ള വ്യക്തികളാണ് എന്ന് കാണുന്നു. എന്നാൽ അത്തരം കാര്യങ്ങൾ ശരിയാകും എന്ന ആത്മവിശ്വാസത്തോടെ ആ കാര്യങ്ങൾ ശരിയാകട്ടെ എന്ന രീതിയിൽ അതിനായി കാത്തിരിക്കുന്ന വ്യക്തികളെയും ഇവിടെ കാണുവാനായി സാധിക്കുന്നു. ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ വളരെ ആക്റ്റീവായിട്ടുള്ള വ്യക്തികളാണ് എന്നും ഇവരെ കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കും. കാരണം പല വിധത്തിലുമുള്ള ഐഡിയകൾ ഉള്ള വ്യക്തികളായിരിക്കും ഇവർ. ഐഡിയകൾ പലപ്പോഴും അല്ലെങ്കിൽ പുതിയൊരു ആശയം മനസ്സിലേക്ക് കടന്നു വരുന്ന വ്യക്തികളാകും. അവർ പറയുന്നതായ പല കാര്യങ്ങളും ഒരുപക്ഷെ നമുക്ക് പോലും ചിന്തിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിക്കുക മാത്രമല്ല, അത് പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന വ്യക്തി കൂടിയാണ് ഇവർ. ഇപ്പോൾ നിങ്ങൾ പോലും ഒരു അപകടത്തിൽ അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്നതായ സമയത്ത് പോലും, അല്ലെങ്കിൽ മറ്റു വ്യക്തികൾക്കാണ് എങ്കിൽ പോലും പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുവാനും, ഒരു ഐഡിയ പറഞ്ഞ് അല്ലെങ്കിൽ ഒരു ആശയം പറഞ്ഞ് അല്ലെങ്കിൽ ഒരു പരിഹാരം പറഞ്ഞ് നൽകുവാൻ സാധിക്കുന്ന വ്യക്തികൾ കൂടിയായിരിക്കും ഇവർ. ഇവരുടെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇവരുടെ സംസാരത്തിലോ പ്രവൃത്തികളിലോ പലപ്പോഴും ക്ലാരിറ്റി അനുഭവപ്പെടുന്നതാണ്. സംസാരിക്കുമ്പോൾ പോലും വളരെ കൃത്യമായി സംസാരിക്കുവാനും കൺഫ്യൂഷൻ ഉണ്ടാകാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന വ്യക്തികൾ കൂടിയായിരിക്കും ഇവർ. എന്നാൽ ഇവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കൺഫ്യൂഷൻ ഉണ്ട് എങ്കിലും മറ്റുള്ളവർക്ക് ഒരു ആവശ്യം വരുന്നതായ സമയത്ത് അവർക്ക് ഉപദേശങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതായ സമയത്ത് ഇവർക്ക് ഇത്തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാകണം എന്നില്ല. എന്നാൽ ഇവരുടെ ആശയങ്ങൾ, ഇവരുടെ പരിഹാരങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് ഇവർ വലിയൊരു വ്യക്തിത്വമാണ് എന്ന രീതിയിൽ തോന്നിപ്പിക്കുവാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ തോന്നിപ്പിച്ച്
മുന്നോട്ട് പോകുന്ന വ്യക്തികൾ കൂടിയാണ് എന്ന് പറയാം. വളരെയധികം ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്ന, ചിന്തിക്കുന്ന, ഒപ്പം നിൽക്കുന്ന വ്യക്തികളാണ് എന്ന് പറയാം. എന്നാൽ എപ്പോഴും പരാജയപ്പെട്ടു പോയിട്ടുള്ളവരാണ് എന്ന് പറയുവാൻ സാധിക്കുന്നതല്ല. ജീവിതത്തിന്റെ പല സമയങ്ങളിലും ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള വ്യക്തികൾ കൂടിയായിരിക്കാം ഇവർ. എന്നാൽ ചില സമയങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അത് മാറുന്നതായ സാഹചര്യങ്ങളും ജീവിതത്തിൽ വന്ന് ചേരുന്നവരാണ്. എപ്പോഴും തോൽവിയുള്ളവരല്ല, വിജയവും ഭാഗ്യവും ഉള്ളവർ തന്നെയാണ് ഇവർ. എന്നാൽ മറ്റുള്ളവർക്ക് കൃത്യമായി തന്നെ ഭാഗ്യത്തിലേക്കുള്ള വഴി നൽകുവാൻ പലപ്പോഴും സാധിക്കുന്നവരും അത്തരത്തിൽ അവരെ നയിക്കുവാനും സാധിക്കുന്ന വ്യക്തികൾ കൂടിയായിരിക്കാം ഇവർ. അത്തരത്തിൽ പലർക്കും പല വിധത്തിലുള്ള ആശയങ്ങൾ, പരിഹാരങ്ങൾ നൽകുകയും മറ്റുള്ളവർക്ക് പോലും ചിന്തിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുവാൻ സാധിക്കുകയോ ചെയ്തു കൊടുത്തിട്ടുള്ള വ്യക്തികളോ ആയിരിക്കുവാൻ സാധ്യത കൂടുതലാണ്. ഇവരുടെ മനസ്സിൽ സ്നേഹമുണ്ട് എങ്കിലും ആ സ്നേഹം പലപ്പോഴും, അല്ലെങ്കിൽ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹമാണ് എങ്കിലും അത് പ്രകടിപ്പിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ പലപ്പോഴും പ്രകടിപ്പിക്കാത്തതായ സാഹചര്യമുണ്ട്. അതിനാൽ പലപ്പോഴും കുറ്റപ്പെടുത്തലുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കേണ്ടതായ സാഹചര്യം ഇവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. എന്നാൽ കൃത്യമായി പെരുമാറുവാൻ, ഒരു വ്യക്തിയോട് കൃത്യതയോടെ പെരുമാറുവാൻ സാധിക്കുന്ന വ്യക്തിത്വങ്ങളായിരിക്കും. എന്നാൽ സ്നേഹമോ അത് ഇഷ്ടമാണ് എങ്കിലും അത് പുറമേ കാണിക്കുവാൻ സാധ്യത തുലോം കുറവാണ്. അത് നിങ്ങളോടാണ് എങ്കിൽ പോലും അതിന് സാധ്യത വളരെ കുറവാണ് എന്ന് കാണുന്നു. എന്നാൽ ഈ സമയങ്ങളിൽ അത് കൂടുതലാണോ, അല്ലെങ്കിൽ ഈ സമയങ്ങളിൽ അത് ആരംഭിച്ചിരിക്കുകയാണോ എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകാം. അത്തരത്തിൽ ചില കാര്യങ്ങൾ ഇപ്പോൾ ആരംഭിക്കുകയോ അല്ലെങ്കിൽ മുൻപ് തൊട്ട് അത് പിന്തുടർന്ന് പോരുന്ന വ്യക്തികൾ കൂടിയായിരിക്കും ഇവർ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വയ്ക്കുവാൻ സാധ്യത വളരെ കൂടുതലുള്ള വ്യക്തിത്വങ്ങളാണ് ഇവർ. എന്നാൽ എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നവരാകാം, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നവരാകാം. എന്നാൽ ഈ സമയങ്ങളിൽ അല്പം ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ട്. കൃത്യത പുലർത്തുവാൻ ആഗ്രഹിക്കുന്നവരും കൃത്യമായി തന്നെ കാര്യങ്ങൾ പ്രവർത്തിക്കുകയോ ഒരു സ്ഥലത്ത് കൃത്യമായി എത്തണം എന്ന് ആഗ്രഹിക്കുകയോ ചെയ്യുന്നവരാണ് ഇവർ. കൃത്യമായുള്ള കാര്യങ്ങൾ അതിന്റെ ജീവിതത്തിൽ മറ്റുള്ളവരിൽ നിന്നും ബഹുമാനമോ അല്ലെങ്കിൽ അത്തരം ചില അനുകൂല ഘടകങ്ങൾ ഇവർക്ക് ലഭിച്ചു എന്ന് വരാം. എന്നാൽ ഇവരുടെ ചിന്തകളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ശരിക്കും അത് മറ്റുള്ളവരെ ഗൈഡ് ചെയ്യുന്ന രീതിയിലുള്ള പെരുമാറ്റമായിരിക്കുവാൻ സാധ്യത കൂടുതലാണ്. പലപ്പോഴും പല കാര്യങ്ങളും നമ്മളെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ ഇവർ സംസാരിച്ചു എന്ന് വരാം. നിങ്ങൾക്ക് പോലും അത്ഭുതമായി തോന്നാം. അത്തരത്തിൽ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുവാൻ പലപ്പോഴും സാധിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും പറയുന്ന വ്യക്തികൾ കൂടിയായിരിക്കാം ഇവർ. എന്നാൽ നെഗറ്റീവായ ചില കാര്യങ്ങളിൽ അകപ്പെട്ടു പോയിരിക്കുന്ന വ്യക്തികളുടെ എനർജിയും കാണുവാനായി സാധിക്കുന്നു. നെഗറ്റീവായ ചിന്തകൾ പോലുമാകാം. അത്തരത്തിലൊരു ട്രാപ്പുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ചില വിഷമതകളുണ്ട് എന്നതാണ് വാസ്തവം. അതിൽ നിന്നും ഇവർക്ക് പുറത്ത് കടക്കുവാൻ ആഗ്രഹമുണ്ട് എങ്കിലും അത് സാധിക്കാത്തത് ഇവർക്ക് വളരെ വിഷമങ്ങൾക്ക് കാരണമാകുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ അവരെ കൊണ്ട് ഇതിനായി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിലും അവർക്കത് സാധിക്കാത്തതായ അവസ്ഥയുണ്ട്. വളരെയധികം വിഷമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അവർ അനുഭവിച്ചിരിക്കാം എന്നും കാണുവാനായി സാധിക്കുന്നു. ഇവരുടെ ചെറുപ്പകാലവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴും ഇത്തരത്തിൽ ചില വിഷമതകൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള വ്യക്തികളാണ് ഇവർ. അതിൽ നിന്നും പോലും പൂർണ്ണമായും കരകയറുവാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നതും വാസ്തവമാണ്. പല ഓർമ്മകളും വളരെ വിഷമം നൽകുന്നതായ അത്തരം ഓർമ്മകളായിരിക്കും ഇവർക്ക് ഉണ്ടാവുക. പല കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിൽ നിന്നും കരകയറുവാനുള്ള സാഹചര്യം ഇവർക്ക് എത്തിയിട്ടില്ല എന്നും കാണുവാനായി സാധിക്കുന്നു.
പലപ്പോഴും പരാജയങ്ങൾക്ക് അല്ലെങ്കിൽ ചില വിഷമതകൾക്കോ അല്ലെങ്കിൽ ചില അവസരങ്ങളിൽ വിജയങ്ങൾക്കോ കാരണമാകുന്ന കാര്യങ്ങളിൽ ഒന്ന് വരുന്നത് വരട്ടെ എന്ന രീതിയിൽ ചിന്തിച്ച് പല കാര്യങ്ങളും പ്രവർത്തിക്കുന്നവരാകാം. ഇത് ചിലരുടെ ഉപദേശത്താൽ പോലുമാകാം. എന്നാൽ പലർക്കും ഇത് ആക്സെപ്റ്റ് ചെയ്യുവാൻ സാധിക്കാത്തതായ അവസ്ഥയുണ്ട്. എന്നാൽ അവർക്ക് ഇതെല്ലാം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എന്നതാണ്. സാഹസികരമായ പല കാര്യങ്ങളും പ്രവർത്തിക്കുന്ന വ്യക്തികളാണ്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ പലപ്പോഴും രണ്ടാമതൊന്ന് ആലോചിക്കാതെ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് പോരുന്നവരാണ് എന്ന് പറയാം. അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരുടെ ചിന്തകൾ പ്രശ്നമില്ല എന്ന് മാത്രമല്ല, ഇവിടെ പ്രായം പോലും അതിനൊരു പ്രശ്നമല്ല എന്നതാണ് വാസ്തവം. എന്നാൽ ഒപ്പമുള്ളവർക്ക് പോലും പല കാര്യങ്ങളിലും ഭയം തോന്നിയാൽ പോലും ഇവർക്ക് അത്തരത്തിലൊരു ചിന്ത ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, അത്തരത്തിലൊക്കെ ചിന്തിക്കാൻ സാധിക്കുമോ എന്നൊരു രീതിയിൽ ചിന്തിക്കുന്ന വ്യക്തികൾ കൂടിയായിരിക്കാം ഇവർ. മനസ്സ് എപ്പോഴും അത് യൗവനത്തിലാണ് എന്ന രീതിയിൽ ചിന്തിക്കുന്നവരാണ് ഇവർ. പ്രായമൊന്നും ഇവർക്ക് പ്രശ്നമല്ല എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നവർ കൂടിയായിരിക്കും ഇവർ. വളരെയധികം കോൺഫിഡൻസ് ഉള്ളതിനാൽ തന്നെ ഏത് കാര്യത്തിലും ഇവർക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട്. അബദ്ധമാണ് എങ്കിലും പല കാര്യങ്ങളും പ്രവർത്തിച്ച് ഇവർക്കത് നഷ്ടത്തിലേക്കോ അല്ലെങ്കിൽ വിഷമകരമായ സാഹചര്യങ്ങളിലേക്കോ പോയി എന്ന് വരാം. ഒരു വ്യക്തി ഒരു കാര്യം പറയുകയാണ് എങ്കിൽ അത് അത്ര പെട്ടെന്ന് ഇവർ ചെവിക്കൊള്ളണം എന്നില്ല. അത്തരത്തിലൊരു വ്യക്തികളല്ല ഇവർ. പലപ്പോഴും ഇവരുടെ നിഗമനങ്ങൾ തെറ്റാണ് എങ്കിൽ പോലും മറ്റുള്ളവർ പറയുന്നതായ കാര്യങ്ങൾ പെട്ടെന്ന് കേൾക്കുവാനുള്ള സാധ്യതകൾ കുറവ് തന്നെയാണ്. എന്നാൽ ഇവരുടെ പാസ്റ്റ് ലൈഫുമായി ബന്ധപ്പെട്ട് നോക്കുന്നതായ അവസരത്തിൽ പല നല്ല കാര്യങ്ങളും പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് ഇവർ. അതുകൊണ്ട് തന്നെ അവർക്ക് ഏതൊരു കാര്യത്തിലും തിരിച്ചടികൾ നേരിട്ടാലും പിന്നീടും മുന്നോട്ട് പോകുവാനും പല കാര്യങ്ങളിലും അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കും. ഇത്തരത്തിൽ മുൻജന്മവുമായി ബന്ധപ്പെട്ട് പല വ്യക്തികളുമായി ഇവർ കണക്ട് ആകുവാൻ ഇത്തരത്തിൽ നിങ്ങളുമായി ബന്ധപ്പെട്ടും അത്തരമൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞിട്ടുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. ഇവരുമായി ബന്ധപ്പെട്ട് പല വേദനകളും മനസ്സിൽ സഹിക്കുന്ന വ്യക്തികൾ കൂടിയായിരിക്കാം നിങ്ങൾ എന്ന് തന്നെ പരാമർശിക്കാം. ഇവരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ നീതി ലഭിക്കണം അല്ലെങ്കിൽ അത്തരത്തിലൊരു ചിന്തകൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് എന്ന് പറയാം. എന്നാൽ ഇവരുമായി വളരെയധികം സന്തോഷവും നിറഞ്ഞ അതേപോലെ സങ്കടങ്ങളും നിറഞ്ഞതായ പല സാഹചര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വ്യക്തികളാണ് എന്ന് പറയാം. ജീവിതത്തിൽ പല അവസരങ്ങളിലും ഇവരെ കുറിച്ച് ഓർത്ത് പല വിഷമതകളും കൂടുതലായി നിങ്ങൾ അനുഭവിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഈ ഒരു സമയം നിങ്ങൾക്ക് തീർച്ചയായും പല കാര്യങ്ങളിലും കൂടുതൽ വ്യക്തത കൈവരിക്കുവാൻ ഇവരുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത കൈവരിക്കുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം. കാരണം ഇവരുമായി ബന്ധപ്പെട്ട വേദനിപ്പിക്കുന്നതും വിഷമിപ്പിക്കുന്നതുമായ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു വ്യക്തത കൈവരിക്കുവാൻ സാധിക്കും. പലപ്പോഴും നിങ്ങൾ കൂടുതൽ വിഷമിച്ചിട്ടുള്ളത് ഈ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് ആണ് എന്നതും വാസ്തവം തന്നെയായിരിക്കും. എന്ത് കാര്യം ചെയ്താലും അതിലൊരു ക്രിയേറ്റിവിറ്റി ഉണ്ടാകുന്ന തരത്തിൽ അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികളും മറ്റുള്ളവരുടെ ശ്രദ്ധ തന്നിലേക്ക് പെട്ടെന്ന് ആകർഷിക്കുവാൻ സാധിക്കുന്ന വ്യക്തികൾ കൂടിയായിരിക്കും ഇവർ. അപ്പോൾ ഈ പരാമർശിച്ചിട്ടുള്ളതായ റീഡിങ്ങുമായി ബന്ധപ്പെട്ട് സന്ദേശം എത്രത്തോളം കൃത്യമാണ് എന്ന് നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താം. ഏവരും വിശ്വസിക്കുന്നതായ ശക്തിയുമായി ബന്ധപ്പെട്ട് ആ ശക്തിയുടെ നാമം കൂടി കമന്റായി രേഖപ്പെടുത്തുവാൻ ശ്രമിക്കൂ.